നമസ്തേ. വീണ്ടും ഒരിക്കൽ കൂടി വരികയാണെന്ന്. നേരത്തെ നമ്മൾ ആ പരമ്പരയെക്കുറിച്ച് ഒന്ന് സംസാരിച്ചു. ഇനി ആ പരമ്പരയിലെ കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയണമല്ലോ. ആ പരമ്പരയിൽ നമ്മുടെ മാധ്യമത്തിൽ വന്ന മാനിഷാത, ആ കൊടും ക്രൂരത ഞാനൊന്ന് വായിക്കാം. രാമായണ കഥ ഉപദേശിച്ച് വലുതാക്കിക്കോട്ടെ. രാമായണ കഥ ഉപദേശിച്ച് നാരദൻ മടങ്ങിയ ഉടനെ താമസാ നദിയിൽ സ്നാനത്തിനായി പോകുന്ന വാൽമീകി ക്രൗഞ്ച പക്ഷികളിലൊന്നിനെ പാപനിശ്ചയനായ നിഷാദൻ വധിക്കുന്നതും പിടഞ്ഞു മരിക്കുന്ന ഇണയെ നോക്കി സഹചാരിയായ പക്ഷി കരയുന്നതും ദർശിച്ചു. അദ്ദേഹത്തിൽ നിന്ന് ഒരു ശ്ലോകം ഉയർന്നു. മാനിഷാദ പ്രതിഷ്ഠാം ത്വമഗമ. അറിയാലോ ശ്ലോകം എന്താണെന്ന്. ആ കാഴ്ചയുടെ ദുഃഖത്തിൽ നിന്നാണ് വാൽമീകി രാമായണ കഥ രചിക്കാൻ ആരംഭിച്ചത് എന്ന് ധ്യാന ശ്ലോകത്തിൽ ആനന്ദവർദ്ധനൻ നിരീക്ഷിക്കുന്നുണ്ട്. ഇവിടെ നിഷാദന്റെ കഠിന പ്രവൃത്തിയെ പാപകർമ്മമായിട്ടാണ് വാൽമീകി വിലയിരുത്തുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മറിഞ്ഞു കിടപ്പുണ്ട്. ബ്രാഹ്മണിക്കൽ ഹെജിമണി നിങ്ങൾക്ക് മനസ്സിലാക്കണം. ആ ക്രൗഞ്ച പക്ഷികള്, ഇണപ്പക്ഷികള്, ആ പക്ഷികളിൽ ആണിനെ കൊന്നു. ആ കൊന്ന നിഷാദൻ അന്നത്തിന് വേണ്ടിയിട്ടാണ്, ആഹാരത്തിന് വേണ്ടിയാ കൊന്നതെന്ന് ഓർക്കണം. അതിനെയാണ് വാൽമീകി ശപിച്ചത്. കഷ്ടമാണ്. ബ്രാഹ്മണിക്കൽ ഹെജിമണി. വാൽമീകിക്ക് ഭിക്ഷയിലൂടെയും മറ്റും ആഹാര ലഭ്യത ഉറപ്പുവരുത്താൻ കഴിയുമ്പോൾ അത്തരം ഒരു ഉറപ്പ് നിഷാദനില്ല. കഷ്ടമാണ്. ഈ നിഷാദന്റെ കാട്ടില് ഈ ഇണപ്പക്ഷികളിൽ ആൺപക്ഷിയെ കൊന്നാൽ മാത്രമേ നിഷാദിന് വിശപ്പടങ്ങുള്ളൂ. എന്തോ ഒരു സങ്കടം. ഡോക്ടർ TS ശ്യാംകുമാർ ബുദ്ധി രാക്ഷസനാണ്, സമ്മതിച്ചു കൊടുക്കണം. ബുദ്ധി രാക്ഷസൻ. കാരണം നിഷാദിന്റെ ഡ്യൂട്ടി കൊന്നു തിന്നുക എന്നുള്ളത് മാത്രമാണ്. ആ നാട്ടിൽ അല്ലെങ്കിൽ ആ കാട്ടിൽ വിശപ്പടക്കാൻ കിഴങ്ങ് വർഗങ്ങളില്ല, ഫലമൂലാദികളില്ല, ഒന്നുമില്ല. ഈ ഇങ്ങനെ ഇണകളായിട്ട് നിൽക്കുന്ന പക്ഷികളിൽ ആൺപക്ഷിയെ കൊന്നാൽ മാത്രമേ നിഷാദന്റെ വിശപ്പടങ്ങൂ. അതിനാണ് ആര് വാൽമീകി തുരങ്കം വെക്കുന്നത്. ബ്രാഹ്മണിക്കൽ ഹെജുമണി അല്ലാതെ പിന്നെ എന്ത് കിടുമണിയാണിത് ചോദിക്കാതെ. ഡോക്ടർ TS ശ്യാംകുമാർ വേദന കൊണ്ട് പുളയുകയാണ്. ആ നിഷാദനെ ഓർത്ത് നമുക്ക് കരയണ്ടേ? ഡോക്ടർ TS ശ്യാംകുമാർ ആ ശ്യാംകുമാറിന്റെ വേദനയിൽ പങ്കുകൊള്ളാതെ വഴിയില്ല. ഗീതാ ക്ലാസ് നമുക്ക് തുടങ്ങാം. തൽക്കാലം നമുക്ക് രാമായണത്തിൽ തന്നെ നിൽക്കുക. കാരണം ഈ TS ശ്യാംകുമാറിന്റെ ദുഃഖത്തിന് നമ്മളൊരു വഴി ഉണ്ടാക്കണല്ലോ. അല്ലാതെ ഇപ്പം എങ്ങനെയാ? ആ TS ശ്യാംകുമാർ ഏത് മാധ്യമത്തിന് വേണ്ടിയാണ് ഈ എഴുതി ഉണ്ടാക്കിയത് എന്നും കൂടി നോക്കണം. അപ്പൊ നമുക്ക് എന്താണ് ഈ നിഷാദന്റെ പ്രവൃത്തിയിൽ ഇടപെട്ട വാൽമീകി ചെയ്തത് ബ്രാഹ്മണിക്കൽ ഹെജുമണിയാണ്. കാരണം കൊന്നു തിന്നാനുള്ള, അത് ഇണയായാലും ശരി, ഇണ ചേരുന്ന പാമ്പുകളായാലും ശരി, ഇണ ചേരുന്ന ഏത് മൃഗങ്ങളായാലും അതിലെ ആണിനെ കൊന്നോ അല്ലെങ്കിൽ പെണ്ണിനെ കൊന്നോ മറ്റുള്ളവർ ദുഃഖം അനുഭവിച്ചിട്ട് തിന്നുമ്പോഴല്ലേ ഒരു സുഖമുള്ളൂ. അതിന്റെ ഒരു ചരിത്രം നമുക്ക് പറയണം. അതിന്റെ ഒരു ചരിത്രം പറയണം. കാരണം ഈ ഏത് മാധ്യമത്തിന് വേണ്ടിയാണോ TS ശ്യാംകുമാർ ഇത് എഴുതിയത്, ആ മാധ്യമത്തിന്റെ ധർമ്മബോധത്തെ കുറിച്ചും കൂടി നമ്മളൊന്ന് ചർച്ച ചെയ്യണമല്ലോ. അത് ഇതേപോലെ തന്നെ ക്രൗഞ്ച മിഥുനങ്ങളിൽ ഒന്നിനെ കൊന്ന ഒരു ചരിത്രം
ആ കൊന്ന വേടന്റെ ദുഃഖമാണ് ഇദ്ദേഹത്തെ, ഡോക്ടറെ വേദനിപ്പിച്ചത്. ഇനി ഞാൻ വേറൊരു കഥ പറയാം. അങ്ങ് അറേബ്യയിൽ പണ്ട് സംഭവിച്ച ഒരു കഥയാണ്. ഒരു യഹൂദി ഗോത്രം, അറിയപ്പെടുന്ന ഒരു യഹൂദി ഗോത്രം, ആ യഹൂദി ഗോത്രത്തിനെതിരെ മഹോന്നതൻ പട നയിച്ചു. കണ്ടേ, കേൾക്കണം, ഈ നമ്മുടെ ഡോക്ടർ കേൾക്കണത്. പട നയിച്ച് ഗോത്രത്തലവനെ ടിശും വെട്ടി നുറുക്കി. ഗോത്രത്തലവന്റെ മക്കളെ വെട്ടി നുറുക്കി. ഗോത്രത്തലവന്റെ അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, സുന്ദരിയായ പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് അതിന്റെ ഭർത്താവിനെയും വെട്ടി നുറുക്കി. മാനുഷാത പറയാൻ വാൽമീകി ഉണ്ടായിരുന്നില്ല, മഹോന്നതനും പറഞ്ഞില്ല, മാനുഷാത പറഞ്ഞില്ല. അങ്ങനെ സ്വന്തം കൺമുമ്പിൽ വെച്ച് ഭർത്താവ്, സഹോദരങ്ങൾ, പിതാവ് ഇവരെയൊക്കെ വെട്ടി നുറുക്കുന്നത് കണ്ട ആ സ്ത്രീ പുഞ്ചിരിക്കായിരുന്നില്ല, അല്ലേ? പുഞ്ചിരിക്കോ? ഇല്ല, കരയുകയായിരുന്നു. അങ്ങനെ ആ ഗോത്രത്തെ മുഴുവൻ തകർത്ത് കളഞ്ഞതിന് ശേഷം ഉടനെ അവിടുത്തെ സമ്പത്തെടുത്ത് പങ്കുവെച്ചു. ബാക്കിയുള്ളത് സുന്ദരികളായ പെണ്ണുങ്ങളെ, അതിന് ഈ പെണ്ണുങ്ങളെയും പങ്കുവെച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം മഹോന്നതിന്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, മഹോന്നത, ഒരു നല്ല ചരക്ക് നമ്മുടെ ഇന്ന ആള് സ്വന്താക്കിയിട്ടുണ്ട്, അത് താങ്കൾക്കാണ് ചേരുക. ആരെവിടെ? വരട്ടെ. കൊണ്ടുവന്നു. മഹോന്നതം നോക്കുമ്പം സുന്ദരിയായ പ്രാവ്, പ്രാവ് കയ്യോടെ മഹോന്നതം പിടിച്ചു കൊണ്ടുപോയി. അച്ഛനെ കൊന്ന, ഭർത്താവിനെ കൊന്ന, സഹോദരങ്ങളെ കൊന്ന അതേ രാത്രിയിൽ ആ ക്രൗഞ്ചപ്പക്ഷിയിലെ ഇണപ്പക്ഷിയെ കൊണ്ടുപോയി പൂശി മഹോന്നതൻ. പക്ഷേ ആ പക്ഷി, ജീവിച്ചിരുന്ന പക്ഷി വെറുതെ ഇരുന്നില്ല. മഹോന്നതന് ആടിന്റെ മാംസത്തിന്റെ കൂടെ കുറച്ച് വിഷം കലക്കി കൊടുത്തു. അങ്ങനെയാണ് ഒരു കൊല്ലം നീണ്ടു നിന്ന മഹായാതനയിൽ ആ മഹോന്നതൻ ഇഹലോകവാസം പിടിയുന്നത്. ഡോക്ടർ ഒരു പ്രാവിനെ, അതായത് ഇണകളായി നിൽക്കുന്ന ഒരു പ്രാവിനെ കാണാൻ വന്നപ്പോ ബ്രാഹ്മണിക്കൽ ഹെജുമണി പറഞ്ഞു, മാനിഷാത. പ്രാവുകളുടെ കാര്യം. ഇപ്പുറത്തോ ഒരു യഹൂദ കുലത്തിലെ അച്ഛനെയും അമ്മയെയും ഭർത്താവിനെയും ഒക്കെ കൊന്നപ്പോഴും മാനിഷാത എന്ന് പറയാൻ ബ്രാഹ്മണിക്കൽ ഹെജുമണിയായിട്ടുള്ള പോട്ടെ മഹോന്നതന് ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഈ രക്തം കണ്ട് തരിച്ചു നിന്ന ആ സ്ത്രീയെ അന്ന് രാത്രി തന്നെ ഭോഗിച്ച, സ്വന്തമാക്കി, അടിമയാണല്ലോ, കാരണം യുദ്ധത്തിൽ തോറ്റാൽ അടിമയാണ്. ആ സ്ത്രീയെ കൊണ്ടുപോയി അന്ന് രാത്രി തന്നെ ഭോഗിച്ച, സാധാരണ പറയും 3 മാസത്തെ ഒരു അളവൊക്കെ ഉണ്ടെന്നുള്ള കണക്ക്, മൂപ്പർക്ക് ആ കണക്കൊന്നുമില്ല, അന്ന് രാത്രി തന്നെ പൂജ. രാമായണത്തെയും ഈ കഥയും ഒന്ന് എടുത്തു നോക്കൂ. ഡോക്ടർ എന്താ ഇത് തുലനം ചെയ്യാത്തത്? ജോഡിയായിരിക്കുന്നു. നമ്മളെ മനുഷ്യരാണെങ്കിലും ശരി, മൃഗങ്ങളാണെങ്കിലും ശരി, അത് അതിന്റെ ഇണയോടൊത്ത് നിൽക്കുമ്പോ, ഇണയോടൊത്ത് പ്രസന്നം പറഞ്ഞു നിൽക്കുമ്പോ അതിലൊന്നിനെ കൊന്നു കളഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഒരു ദുഃഖമുണ്ട്. അന്നത്തിന് വേണ്ടി മൃഗങ്ങളൊക്കെ നമ്മൾ വേട്ടയാടാറുണ്ട്, ശരി തന്നെ. പലപ്പോഴും എൻ്റെ പിതാവ് ഒരു വേട്ടക്കാരനായിരുന്നു. അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ കുരങ്ങനെ വെടിവെക്കാൻ പോയി കഴിഞ്ഞാൽ, കരിക്കുരങ്ങനെ വെടിവെക്കാൻ പോകുമ്പം ഈ അമ്മ കുരങ്ങ് മക്കളെ ഇങ്ങനെ മാറോട് ചേർത്ത് ഇങ്ങനെ പിടിച്ചു നിൽക്കും. ആ തോക്ക് ചൂണ്ടിയ ആളെ നോക്കി
അമ്മക്കൊരു ഇങ്ങനെ വേദനയോടെ മരിക്കാൻ തയ്യാറായി നിൽക്കും. അപ്പോഴും ആ മാറത്ത് കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ച് ഇരിക്കും. അവിടെ മാനുഷാത ഇല്ല. ഡോക്ടറുടെ കാരണം തിന്നാൻ വേണ്ടി വെടിവെക്കുന്നതിന് എന്തിനാണ് മനസാക്ഷി എന്നാണ് ചോദിക്കുന്നത്. ഡോക്ടർ ചോദിക്കുന്ന ചോദ്യം, മാധ്യമത്തിലൂടെ ചോദിക്കുന്ന ചോദ്യം, തിന്നാൻ പോകുന്ന ഇര തേടുന്ന ഒരു മൃഗത്തിന്, അങ്ങനെയല്ലേ പറയും, മൃഗത്തിന് അങ്ങനെ തന്നെ പറയണം, ഇര തേടുന്ന ഒരു മൃഗത്തിന് എന്തിനാണ് അനുകമ്പ എന്നാണ്. ആ മൃഗത്തിന്, ഇര തേടുന്ന മൃഗത്തിനുള്ള ആനുകൂല്യം ഒരു ബ്രാഹ്മണിക്കൽ ഹെജിമണി മൂലം നഷ്ടമാകുന്നു. ഭഗവാനെ, ഇങ്ങനെയും ചിന്തകരുണ്ടോ? ആ മാനുഷാത എന്ന് പറയുന്ന ശ്ലോകം ലോകത്തെ മുഴുവൻ ചിന്തിപ്പിച്ചിട്ടുള്ള ശ്ലോകം. മാനുഷാത എന്ന് പറഞ്ഞ ശ്ലോകം എന്നെ പോലെ ഞാനത് കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ സങ്കടം തോന്നിയിട്ടുണ്ട്. കാരണം കൊക്കുരുമി നിൽക്കുന്ന ഇണപ്രാവുകൾ എപ്പോഴും, അത് പ്രത്യേകിച്ച് പ്രാവുകൾക്കൊരു സ്വഭാവമുണ്ട്. അത് തൻ്റെ ഇണയോട് ചേർന്നേ നടക്കൂ. അങ്ങനെ അത് കൊക്കുരുമിക്കും ഞാൻ പലപ്പോഴും വീക്ഷിച്ചിട്ടുണ്ട്. വലിയ കെട്ടിടങ്ങളുടെ മുകളിൽ പോകുമ്പോൾ ജനലിന്റെ അടുക്കുമ്പോൾ അവിടെ ഈ പ്രാവുകൾ വന്നിരിക്കും. അവരത്രയും ഇണയോടൊത്ത് എപ്പോഴും ഉല്ലസിച്ച് നിൽക്കുന്ന പ്രാവുകളിൽ ഒന്നിനെ കൊല്ലാൻ എന്റെ മനസ്സനുവദിക്കില്ല. ഞാൻ എന്ത് വേട്ടക്കാരനാണ്? വേട്ടക്കാരന് ഒരു മനസാക്ഷി ഉണ്ടോ? വേട്ടക്കാരന് മനസാക്ഷിയുണ്ട്. പക്ഷെ വേട്ടക്കാരന് മനസാക്ഷി ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മഹോന്നതന്റെ പ്രവൃത്തി. ഈ മീഡിയക്കാരൻ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ അഭിമാനിക്കുന്ന ഒരു വ്യക്തിത്വത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല പ്രതീക്ഷിച്ചത്. അച്ഛനെ കൊന്നു, സഹോദരങ്ങളെ കൊന്നു, ഭർത്താവിനെ കൊന്നു. അന്ന് രാത്രി തന്നെ അങ്ങനെ പഠിക്കുന്നവർക്ക്, അതിനെ പിന്തുടർന്നവർക്ക് മാനുഷാത ഏക്കത്തില്ല. മാനുഷാത ഏക്കൂ? ഇനി വേറെ രസമുണ്ട്. ഈ സമാധാന പ്രിയരായിട്ടുള്ള മാധ്യമത്തിന്റെ പല്ലിയെ കൊന്നാൽ കൂലി കിട്ടും. എന്തുകൊണ്ടാണ് പല്ലിയെ കൊല്ലുന്നത്? പല്ലി ഇബ്രാഹിം നബിയെ തീയിലിട്ടപ്പോ ബാക്കിയെല്ലാം ഊതി കെടുത്താൻ നോക്കിയപ്പോ പല്ലി ഊതി കത്തിക്കാൻ ശ്രമിച്ചു. എന്റെ അമ്മോ! അതുകൊണ്ട് പല്ലിയെ കൊന്നാൽ കൂലി കിട്ടും എന്ന് പഠിപ്പിക്കുന്നവരാണ്. പല്ലിയെ കൊല്ലണം, നായയെ കൊല്ലണം, പാമ്പിനെ കൊല്ലണം. മഹോന്നതന്റെ വാക്കുകളാട്ടോ, ചെയ്തികളാട്ടോ. അവരാണ് ഈ ഇണപ്രാവിന് വേണ്ടിയല്ല കരയേണ്ടുന്നത്, അതിനെ അമ്പെയ്ത വേടന് വേണ്ടി കരയണം എന്ന് പറയുന്നത്. ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണിയായിട്ടുള്ള വാൽമീകി പണ്ടൊരു കള്ളനായിരുന്നു. രത്നാകരൻ എന്ന് പറഞ്ഞ കള്ളൻ അല്ലെ? നമ്മളെ ചരിത്രം അങ്ങനെ പഠിപ്പിക്കുന്നത്. കഥയായിക്കോട്ടെ, ഇനി എന്തായിക്കോട്ടെ. ആ രത്നാകരൻ എന്ന കള്ളൻ കൊള്ളയടിക്കാൻ വേണ്ടി ഒരു സന്യാസിയുടെ അടുത്തെത്തിയപ്പോൾ സന്യാസി ചോദിച്ചു, നീ എന്തിനാ വേണ്ടിയാണ് ഈ കൊള്ളയടിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ സന്യാസി പറഞ്ഞു, ഈ കള്ളൻ പറഞ്ഞു, എന്റെ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട്, ഭാര്യയും മക്കളെയും പോറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊള്ളയടിക്കുന്നത്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നീ ചെയ്യുന്ന പാപങ്ങൾ അവരെ ഏറ്റെടുക്കുമോ എന്നൊന്ന് ചോദിച്ചിട്ട് വരും. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. നീ പോയിട്ട് നിന്റെ കുടുംബത്തോട് നീ അവർക്ക് വേണ്ടി കൂടിയാണല്ലോ ഈ മോഷണം നടന്നത്, അത് ഏറ്റെടുക്കാൻ അവർ തയ്യാറാകുമോ എന്ന് ചോദിച്ചിടാം. ഉടനെ കള്ളൻ ഓടി വന്നു, സ്വാമി ഇല്ല, ഞാൻ ചെയ്യുന്ന പാപങ്ങളൊന്നും അവർ ഏറ്റെടുക്കില്ല, അവർക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല, അവനവൻ അനുഭവിച്ച് തീരണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ കള്ളൻ ചോദിച്ചു, ഞാനിനി എന്താ ചെയ്യേണ്ടത്? പറഞ്ഞു, 2 മരങ്ങൾക്കിടയിൽ ഇരുന്നിട്ട് ആ മരം ഈ മരം, ആ മരം ഈ മരം എന്ന് ജപിക്കാൻ പറഞ്ഞു.
അങ്ങനെ ജപിച്ച് ജപിച്ച് രാമ 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 രാമനെ ജപിച്ച് ജപിച്ച് വാൽമീകി ആയതാണ്. കള്ളൻ വാൽമീകി. അതെങ്ങനെയാണ്? ജപം കൊണ്ട് ബ്രാഹ്മണ്യം നേടുക. അപ്പോഴാണ് ബ്രാഹ്മണനായത്. അതുവരെ കള്ളനായിരുന്നു, രത്നാകരനായിരുന്നു. അയാൾ തിരിച്ചറിഞ്ഞു താൻ ചെയ്യുന്ന പാപങ്ങളുടെ ഫലം വേറെ ആരും പങ്കുവെക്കാൻ വരില്ല, താൻ തന്നെ അനുഭവിക്കണമെന്ന ഒരു ബോധ്യത്തിൽ നിന്ന് തിരിച്ചു വരികയാണ് രത്നാകരൻ വാൽമീകിയായിട്ട്, മഹർഷിയായിട്ട്. ചിതൽപുറ്റിൽ നിന്ന് അതായത് ജപിച്ച് ജപിച്ച് ചുറ്റും ചിതൽപുറ്റ് വളർന്നു. ജപം അങ്ങേത്തേക്ക് രാമ 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 എന്ന് ജപിച്ച് ജപിച്ച്, അതാണ് വാൽമീകിയുടെ ഈ പറയുന്ന ബ്രാഹ്മണിക്കൽ ഹേജമണി. ബ്രാഹ്മണിക്കൽ ഹേജമണി അങ്ങനെയാണല്ലോ ഇപ്പോ. എല്ലാം ഹേജമണിയാണ്, മൊത്തത്തിൽ ഹേജമണിയാണ്. ആ ഹേജമണിയിലാണ് നമ്മൾ ഇപ്പൊ ഇങ്ങനെ കെടുമണി എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. അപ്പോ ഈ ഡോക്ടർ ടി എസ് ശ്യാംകുമാറിന്റെ ആ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരണം. കാരണം അദ്ദേഹം വേട്ടക്കാരന്റെ ഒപ്പമാണ്. വേട്ടക്കാരന്റെ ഒപ്പം നിൽക്കണം എപ്പോഴും. വേട്ടക്കാരുടെ കൂടെ നിൽക്കുന്നവരാണല്ലോ മാധ്യമം. മാധ്യമത്തിന് വേട്ടക്കാരുടെ കൂടെ നിൽക്കുന്നതാണ് ശീലം. ഇരകൾക്കൊപ്പം അവർ ഒരിക്കലും ചലിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചരിത്രത്തിൽ എന്ത് ഇരയായവനെ വീണ്ടും വീണ്ടും ഹനിക്കുക എന്നുള്ള ധർമ്മത്തോടൊപ്പം ചേരുന്നവന് എന്ത് രാമായണം, എന്ത് രാമായണം. പിന്നെ രാമന്റെ വേറൊന്നില് പുള്ളിക്കാരൻ എഴുതി അടുത്തെന്താണ്, രാമായണത്തിലെ ബുദ്ധൻ. എന്റെ പറയാതെ വയ്യ. രാമായണത്തിൽ ബുദ്ധനോ? അറിയാം, രാമായണം ഒരുപാട് രാമായണങ്ങളുണ്ട്. ഒരു രാമായണമല്ല, വാൽമീകി രാമായണം വേറെ, അതുകൂടെ കപരാമായണം വേറെ, പല രാമായണങ്ങളുണ്ട്. ബുദ്ധൻ രാമന് മുമ്പുണ്ടായിരുന്നില്ല, രാമന്റെ സമകാലികനുമല്ല, ലോകത്തിലെ എല്ലാവർക്കും അറിയാം. ബുദ്ധന്റെ കാലഘട്ടം എന്ന് പറയുന്നത് BC 300 മേലെ ഉള്ളൊരു കാലഘട്ടമാണ്. BC 300 500 അത്രേ ഉള്ളൂ. എന്റെ പൊന്നുമാഷെ, രാമായണം ഉണ്ടായതിനു ശേഷം മഹാഭാരതം ഉണ്ടായത്. ആ മഹാഭാരതം അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. രാമായണത്തിന്റെ കാലഘടന, അവിടെ ബുദ്ധൻ എന്ത് സ്ഥാനം? അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മളിതിൽ ചിന്തിക്കണം. അതായത് മാധ്യമം ഉൾപ്പെടുന്ന ഒരു വിഭാഗത്തിന് ഹൈന്ദവരെ ബ്രാഹ്മണനായിട്ടും ഏറ്റവും താഴെയുള്ള ആരാ പറഞ്ഞു ശൂദ്രനായിട്ടും വിഭജിച്ച് നിർത്തണം. ബാക്കിയൊക്കെ വിടുക, ക്ഷത്രിയൊക്കെ വിട്ടേക്കുക. ശൂദ്രനും ബ്രാഹ്മണനുമായിട്ട് വിഭജിച്ച് നിന്നാലേ ഹിന്ദു ചിതറി നിൽക്കുള്ളൂ. അതുകൊണ്ട് ഹിന്ദുവിനെ തന്നെ ഉപയോഗിക്കുക കൃത്യമായിട്ട്. ഇത് മാധ്യമത്തിലെ ഒരു മുസൽമാൻ എഴുതിയതല്ല, എഴുതിയത് ഡോക്ടർ ശ്യാംകുമാറാണ്. ബുദ്ധിമാനാണ്, ബുദ്ധിരാക്ഷസനാണ്. അദ്ദേഹത്തിന് എന്തും എഴുതാമല്ലോ. അങ്ങനെ ബുദ്ധിരാക്ഷസനായിട്ടുള്ള ഇതേപോലത്തെ മാധ്യമങ്ങൾക്ക് വേണ്ടി ഹിന്ദുവിനെ ഇല്ലാതാക്കാൻ വിടുപണി ചെയ്യുന്നവർ, അങ്ങനെയല്ലേ പറ്റുള്ളൂ. വിടുപണി എന്നല്ല പറയല്ലേ, സ്വന്തം കുലത്തെ ദ്രോഹിക്കുന്നവരെ, അതിനെ ശിഥിലമാക്കുന്നവരെ എന്താ വിളിക്കേണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങളൊരു പേരിട്ട് വിളിക്കും. അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ് എന്തിനാണെന്ന് എനിക്കറിയില്ല. രാമായണം മുഴുവൻ തപ്പിയിട്ട് മൂപ്പർക്ക് കിട്ടിയതാണ് ഈ ക്രൗചപക്ഷികളിൽ ഒന്നിനെ കൊന്നവന്റെ അവകാശത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ്. ബാക്കിയൊന്നും അദ്ദേഹം കണ്ടില്ല. രാമനെ കണ്ടില്ല, ലക്ഷ്മണനെ കണ്ടില്ല, ഭരതനെ കണ്ടില്ല.
അതിൽ ഒരു സത്യത്തെയും കണ്ടില്ല, ഒരു നീതിയെയും കണ്ടില്ല, ധർമ്മത്തെയും കണ്ടില്ല. ആകെ കൂടിക്കൊണ്ട് ഒരു അധർമ്മമാണ്. ഏത്? ബ്രാഹ്മണം ഈ പറയുന്ന ഒരു വേട്ടക്കാരന്റെ അന്നം മുടക്കാൻ വേണ്ടി ഒരു ശ്ലോകം ചൊല്ലി ചതിച്ചു. കഷ്ടം. എന്താ പറയുക നമ്മള്? ഇങ്ങനെ ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദുവിൽ എന്നും ബ്രാഹ്മണനും ഒരു അടിസ്ഥാന വർഗം ഉണ്ടെന്നും ബ്രാഹ്മണനാണ് എല്ലാത്തിനും തുരങ്കം വെക്കുന്ന ഘടകമെന്നും കാലാകാലങ്ങളായിട്ട് ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടുള്ള ഒരു ദളിത് സ്നേഹം ഉണ്ട് അവർക്ക്. ദളിത് സ്നേഹം. ദളിതിനെ എന്താണ് എളുപ്പം മതം മാറ്റാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് ദളിതർ. ഇന്ന് മതം മാറ്റപ്പെട്ടതിൽ ഏറ്റവും വലിയ ഒരു സമൂഹം ആരാണെന്ന് ചോദിച്ചാൽ ദളിതരാണ്. അന്ന് ബ്രാഹ്മണർ ഇതിന്റെ കുറച്ച് കാരണമൊക്കെ ആയിട്ടുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ ഒരു കാരണം വെച്ചുകൊണ്ടാണ് ഇന്നും ദളിതനെ ബ്രാഹ്മണിൽ നിന്ന് അകറ്റുന്നത്. ഇന്ന് ബ്രാഹ്മണൻ ശൂദ്രന്റെ പണി ചെയ്യുന്നുണ്ട്, അതവര് കാണില്ല. ഇന്ന് ബ്രാഹ്മണൻ ശൂദ്രന്റെ പണിയും ശൂദ്രൻ ബ്രാഹ്മണന്റെ പണിയും ചെയ്യുന്ന കാലഘട്ടമാണ്. അത് വേദത്തിന്റെ സാക്ഷ്യം ചൊല്ലിയിട്ടുണ്ട്. കലികാലത്തിൽ കലിയിൽ ശൂദ്രനും വേദം ഗ്രഹിക്കാൻ പറ്റും. കലിയിൽ ശൂദ്രനും വേദം ഗ്രഹിക്കാൻ പറ്റും, ബ്രാഹ്മണനാകാൻ പറ്റും. ബ്രാഹ്മണൻ ആര് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് നാളെ ഒരു ലൈവ് വരാം. ബ്രാഹ്മണൻ ആര് എന്നുള്ളതിന് ഞാൻ ഇപ്പൊ പറയുന്നില്ല, അതിനുള്ള സമയമില്ല. അത് നാളെ ലൈവിൽ വരാം. ആരാണ് ബ്രാഹ്മണൻ? കാരണം നമ്മള് ഈ പറയുന്ന ഇതേപോലത്തെ ഈ ഉടങ്കൊല്ലികളെ, ആ ഉടങ്കൊല്ലികളെ നമ്മുടെ സമൂഹത്തിന് സൃഷ്ടിക്കുന്ന ഈ കുരുകുരുപ്പുണ്ടല്ലോ, ആ വിധത്തിൽ ഈ സമൂഹത്തെ, ഹിന്ദു സമൂഹത്തെ വിഭജിച്ച് നിർത്താൻ വേണ്ടിയിട്ട് എന്നും ഇത്തരം പിണിയാളുകളെ ഇസ്ലാമിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ഉപയോഗിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകളിൽ ആരൊക്കെയാണ് ഹിന്ദു ധർമ്മങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കമ്മ്യൂണിസ്റ്റുകളിൽപ്പെട്ട ബുദ്ധിജീവികളാണ് എപ്പോഴും ഈ രാമായണത്തില് നേരത്തെ പറഞ്ഞ പോലെ രാമൻ എന്താ ഒളിഞ്ഞു നമ്പ് ചെയ്തത്, എന്തിനാ സീതയെ ഉപേക്ഷിച്ചത് എന്നൊക്കെയുള്ള ചോദ്യം കൊണ്ടുവരുന്നതും അതിനനുസരിച്ചിട്ട് അവരുടേതായ വീക്ഷണ കോണകങ്ങൾ ഉണ്ടാക്കുന്നതും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രക്കാരാണ്. ഇവിടെ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഹിന്ദുവിനെ പലതാക്കി മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ചില ബുദ്ധിജീവികളെ ഈ പറയുന്ന സമൂഹം വിലക്കെടുക്കുന്നു, നല്ല കാശ് കൊടുക്കുന്നു. നീ ബ്രാഹ്മണിക്കളെ ഹെജുമണി പറഞ്ഞാൽ മതി, നിന്റെ വീട്ടിലേക്കുള്ള നിന്റെ അന്നത്തിനുള്ളത് തള്ളിത്തരാം. വേടനേക്കാളും കഷ്ട. വേടൻ വിശപ്പ് കൊണ്ടാണ് ഇതെങ്കിൽ ഇത് കഴപ്പ് കൊണ്ടാണ് ഇപ്പണി ചെയ്യുന്നത്. ഹിന്ദുവിനെ ഇഴവനായും പുലയനായും പറയനായും മാറ്റുക. ഈ പറയനും പുലയനും ഇഴവനൊന്നും ഈ പറയുന്ന വർണ്ണത്തിൽപ്പെടുന്നതല്ല. വർണ്ണം എന്താണെന്ന് എല്ലാവർക്കും ഇപ്പൊ അറിയാം. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ യോനിയിൽ ജനിക്കുന്നവർ മാത്രമല്ല ബ്രാഹ്മണൻ. അത് നമുക്ക് നാളെ വിശദമായിട്ട് പറയാം. കാരണം ഇത്തരം മ്ലേച്ഛന്മാര് ഈ ഹൈന്ദവ സമൂഹത്തിന്റെ ഹൈന്ദവ ഇതിഹാസങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഇത്തരം വ്യക്തികൾ വരുമ്പോഴാണ് ഇത് ചർച്ച ചെയ്യപ്പെടാൻ പറ്റിയ ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയം. അവിടെയാണ് ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടത്. രാമായണത്തിന്റെ ഏറ്റവും വലിയ സത്ത ബ്രാഹ്മണിക്കൽ യജപണിയിൽ നിന്ന് തുടങ്ങുന്നതാണ് പറയുന്നത്. വേടനെ
ശപിച്ചതിലൂടെ വാൽമീകി ചെയ്ത തെറ്റാണ് ആദ്യത്തെ തെറ്റ്. പിന്നെ അവിടെ നമ്മുടെ തെറ്റുകൾ കൂമ്പാരാണ് മൊത്തം രാമായണത്തിൽ. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏത് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കിടയിൽ മതത്തിന് വേണ്ടി കൊന്നൊടുക്കിയിട്ട് അവിടുത്തെ പെണ്ണുങ്ങളെ അടിമകളാക്കി കൊണ്ടുവന്ന് വ്യഭിചരിച്ചിട്ട് സനാതന ഇതാണ് പറയുന്നത്, സമാധാനം പറയുന്ന അവർക്ക് വേണ്ടിയാണ് ഇവർ കുലയ്ക്കുന്നത്. ആ ധർമ്മത്തിന്റെ കീഴിൽ എന്തൊക്കെയാണ് അധർമ്മങ്ങളിലെന്ന് ഞാൻ പറയുന്നില്ല. ഇന്ന് നമ്മുടെ AI-യുടെ കാലഘട്ടമാണ്. ചോദിച്ചാൽ മതി, പല്ലിയെ എന്തുകൊണ്ട് കൊല്ലണം എന്ന് ചോദിച്ചാൽ നബിവചനം വരും. മഹോന്നതനെ ആര് കൊന്നു, എങ്ങനെ കൊന്നു എന്ന് ചോദിച്ചാൽ ഉടനെ വരും ആൻസർ, കൃത്യമായിട്ടുള്ള ആൻസർ വരും. ഈ സമാധാനത്തിന്റെ മുഴുവൻ തൊലിയും പൊളിച്ചു പോകുന്ന ഏത് ആയത്തുകൾ വേണമോ ഇന്ന് ഒരു ഞെക്കിൽ എന്താണ് സ്ത്രീക്ക് സമാധാന മതത്തിൽ ഉള്ള സ്ഥാനം എന്ന് ചോദിച്ചാൽ ഗൂഗിൾ മറുപടി പറയും. ഞാൻ തമാശ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വെറുതെ എനിക്ക് ഇങ്ങനൊരു പണ്ട് കേട്ടിട്ടുണ്ട്, പല്ലിയെ കൊന്നാൽ അപ്പക്കൂലി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാനത് ഇങ്ങനെ കേട്ടു നോക്കി. ഞാൻ അപ്പൊ തന്നെ പല്ലിയെ കൊന്നാൽ അങ്ങനെ അടിച്ചപ്പോ കൃത്യമായിട്ട് കിട്ടി, പല്ലിയെ കൊന്നാൽ ഇന്ന കൂലിയുണ്ട് എന്നുള്ളത്. നിങ്ങൾ അടിച്ചു നോക്കൂ. ലോകം ഒരുപാട് മാറിപ്പോയി. ഇപ്പൊ ഞാനിപ്പം ഒരാൾ പറയുകയാണ് വേദത്തിൽ ഇന്നതുണ്ട്, അത് അടിച്ചു നോക്കിയാൽ അത് സത്യമാണോ തെറ്റാണോ എന്ന് അപ്പ കിട്ടും. കാരണം അത്രയും മുന്നോട്ട് പോയിട്ടുണ്ട്. അത് കൃഷ്ണന്റെ ജീവിതമാണെങ്കിലും ശരി, അർജുനെ കുറിച്ചാണെങ്കിലും ശരി, എന്തിനെ കുറിച്ച് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിയല്ലോ, നമ്മൾ ഒരു അങ്ങേയറ്റം ആവശ്യം വരുമ്പോഴാണ് വേട്ടയാടിക്കൊല്ലുന്നത്. ശരിയാണ്, ഇപ്പം കോഴികളെ വളർത്തിക്കൊല്ലുന്നുണ്ട്, കൊല്ലാൻ വേണ്ടി വളർത്തുന്നുണ്ട്. മാംസാഹാര പ്രിയരാണ് നമ്മളൊക്കെ. വെജിറ്റേറിയൻസ് ഉണ്ട്, ഇഷ്ടംപോലെ വെജിറ്റേറിയൻസ് ഉണ്ട്. എങ്ങനെ മാംസം ഭക്ഷിക്കുന്നവരാണെങ്കിൽ ശരി, ഒരു മൃഗം ഇണ ചേരുമ്പോഴോ ഒരുമിച്ചിരിക്കുമ്പോഴോ അതിലൊന്നിനെ കൊല്ലില്ല. അത് പക്ഷിയായാലും ശരി, മൃഗമായാലും ശരി, ഇണകൾ ഇരിക്കുമ്പോൾ ഒന്നിനെ കൊല്ലാൻ, ഞാൻ വളർത്തുന്ന കോഴിയെ എനിക്ക് കൊല്ലാൻ തോന്നുന്നില്ല, ഞാൻ വളർത്തിയ പശുവിനെ എനിക്ക് കൊല്ലാൻ തോന്നുന്നില്ല. അത് സാമാന്യമായിട്ടുള്ള ഈ പ്രപഞ്ച ശക്തിയോടുള്ള സാമാന്യമായിട്ടുള്ള ഒരു മര്യാദയാണ്. കടയിൽ പോയിട്ട് അതിനെ കൊല്ലുന്നത് കണ്ടാൽ ഞാൻ കഴിക്കില്ല, എനിക്ക് കഴിക്കാൻ പറ്റില്ല. എന്നാൽ കൊന്നു കഴിക്കുന്നവർ ഇഷ്ടം പോലെയുണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷേ വാൽമീകി അവിടെ കണ്ടത് ആ ക്രൗഞ്ച മിഥുനങ്ങളെ അതിലൊന്നിനെ കൊന്നപ്പോ അദ്ദേഹത്തിന് വേദന തോന്നി. മാനുഷാദ, നീ ചെയ്യുന്ന കർമ്മം നീ തന്നെ അനുഭവിക്കണം എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൂ, നീ നശിച്ചു പോട്ടെ എന്നാ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മളായാലും പറഞ്ഞു. അത് പറയാൻ പറ്റുന്നിടത്താണ് മാനവികത ഉണരുന്നത്. അന്യന്റെ കിടപ്പറയിലെ ഒന്ന് ആലോചിച്ച് നോക്കൂ,
ഒരടിമയും, രണ്ടടിമകളുടെ വിചാരിക്കുക, ആണും പെണ്ണുമായിട്ടുള്ള അടിമകളുണ്ട്. ആ അടിമ ഭക്ഷണമൊക്കെ കഴിച്ച് അകത്തേക്ക് കിടന്ന് ഇണചേരാൻ നിൽക്കുമ്പോഴാണ് ഭാര്യയും ഭർത്താവും ചിലപ്പോൾ ഇങ്ങനെ കുശലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടിമയുടെ ഉടമസ്ഥന് തോന്നുക, ആരെവിടെ? ആ അടിമ സ്ത്രീയെ വിളിക്കൂ. ഉടനെ ഈ ബെഡ്റൂമിലിരിക്കുന്ന ആ അടിമ സ്ത്രീ നേരെ യജമാനന്റെ മുറിയിലേക്ക് പോയി യജമാനന്റെ ഭോഗവസ്തുവായിട്ട് മാറുക. ഇത് അംഗീകരിക്കുന്ന ആ പരമ്പരയെ നിങ്ങൾ എന്തു പറയും? നിങ്ങളോട് ചോദിക്കുന്നത്. അടിമ വ്യവസ്ഥയെ അംഗീകരിക്കുന്ന സമാധാന പ്രിയരെ നിങ്ങൾ എന്തു പറയും? തന്റെ അടിമകളിൽ ഏത് സ്ത്രീയെയും ഏത് സമയം വേണമെങ്കിലും ഭർത്താവ് മരിച്ചു കിടക്കുമ്പോഴാണെങ്കിൽ പോലും കിടപ്പറയിൽ കൊണ്ടുപോയി ഭോഗിക്കാൻ അവകാശം കൊടുക്കുന്ന ആ സമൂഹത്തെ നിങ്ങൾ എന്ത് വിളിക്കും? അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഒരു വേടന്റെ അവകാശത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഡോക്ടറെ കുറിച്ച് ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ എന്തു പറയണം? രാമായണത്തെ ഇകഴ്ത്തിക്കാട്ടാൻ അതിൻ്റെ ഏറ്റവും ചെറിയ അംശത്തിലേക്ക് പോയി അതിൻ്റെ കുറ്റവും കുറവും കണ്ട് ആ ഡോക്ടർ ആർക്കു വേണ്ടിയാണോ ഈ വിടുപണി ചെയ്യുന്നത്, ആ സമൂഹത്തിൽ നടക്കുന്ന കിരാതമായ പ്രവൃത്തികളെ, ആ സമൂഹം അനുവദിക്കുന്ന കിരാതമായ പ്രവൃത്തികളെ കാണാതെ വേടന്റെ അവകാശത്തിന് വേണ്ടി പോകുമ്പോ നമ്മൾ ലജ്ജിച്ച് തലതാഴ്ത്തണ്ടേ? നമ്മൾ ലജ്ജിച്ച് തലതാഴ്ത്തണ്ടേ? അതുകൊണ്ട് എനിക്ക് ആ ഡോക്ടറോട് പറയാനുള്ളത്, ഇന്ന് രാമായണത്തോട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ വേടന്റെ കൂടെ നിൽക്കുന്ന TS ശ്യാംകുമാർ അടുത്ത റമദാൻ മാസത്തിൽ TS ശ്യാംകുമാർ അടുത്ത റമദാൻ മാസത്തിൽ 30 ദിവസം ആ മതത്തിന്റെ ഞാൻ പറഞ്ഞ മാതിരിയുള്ള ചരിത്ര സത്യങ്ങൾ, നുണയല്ല, ആ സമൂഹത്തിന്റെ അടിമ വ്യവസ്ഥയെക്കുറിച്ചുള്ള, അടിമയെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ, ആ സമൂഹം സ്ത്രീകളെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ, ആ സമൂഹം ഇതര മതസ്ഥരെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ, ആ സമൂഹം തങ്ങളുടെ സ്വന്തം പരമ്പരയെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഇത് 30 ദിവസം ഖണ്ഡശയായി എഴുതാൻ അദ്ദേഹത്തിന് നട്ടെല്ല് ഉണ്ടാവുമോ? അത് പ്രസിദ്ധീകരിക്കാൻ ഈ മാധ്യമത്തിന് നട്ടെല്ലുണ്ടാവുമോ? നോമ്പിന്റെ 30 ദിവസം ഞങ്ങൾ വേണമെങ്കിൽ നമ്പറുകൾ തരാം. ബുഖാരിയുടെ ആയത്തുകൾ, ഈ ബുഖാരിയുടെ പുസ്തകത്തിലെ പേജും നമ്പറും അതിൻ്റെ ഇതിവൃത്തവും ഡോക്ടർക്ക് വായിച്ച് മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലാക്കിയിട്ട് 30 ദിവസം, ഞങ്ങളിപ്പം രാമായണ മാസത്തിലൂടെ പോകുന്നുണ്ട്, 30 ദിവസം താങ്കളിപ്പം ഖണ്ഡശ പ്രസിദ്ധീകരിക്കുന്നത് പോലെ സ്ത്രീകൾ, അടിമകൾ
എന്തിന് ഈ പല്ലീനെ വിലങ്ങെടുക്കുക? പല്ലി, പാമ്പ്, പട്ടി തുടങ്ങി എല്ലാത്തിനെ കുറിച്ചും ആ സമാധാന പ്രിയർ വെച്ചു പുലർത്തുന്ന ധാരണ എന്താണെന്ന് ഒന്ന് ഖണ്ഡശ പ്രസിദ്ധീകരിക്കണം. ചിലർ തുടങ്ങി വെക്കുമ്പോഴാണ് നമുക്ക് സംസാരിക്കാൻ അവസരം കിട്ടുക. അതുകൊണ്ട് എന്തായാലും ബ്രാഹ്മണിക്കൽ ഹെജുമണി ഇന്ന് കിട്ടി. നാളെ ഇതേപോലെ വൈകിട്ട് ആ എന്താണ് ബ്രാഹ്മണിക്കൽ ഹെജുമണി എന്നും ആരാണ് ബ്രാഹ്മണൻ എന്നും നമുക്കൊന്ന് വെറുതെ എന്റെ അറിവ് വെച്ചിട്ട്, അടുത്ത കാലത്ത് വന്ന ഒരു മേത്തനല്ല ഞാൻ, കോയ എന്നാ വിളിക്കുന്നത് പലരും. ആ കോയക്ക് ഈ ധർമ്മത്തിൽ വന്നതിന് ശേഷം കിട്ടിയ അറിവ് വെച്ചിട്ട് നാളെ വൈകിട്ട് 8:30 നമുക്ക് വീണ്ടും സന്ധിക്കണം. അപ്പോൾ ഡോക്ടർ ഞാൻ പറഞ്ഞത് ഏറ്റെടുക്കണം. അടുത്ത നോമ്പിന് 30 ദിവസം ഈ പറയുന്ന ഞാനിപ്പോ ഇന്ന് ഈ ചർച്ചയിൽ പറഞ്ഞ സന്ദർഭങ്ങൾ തൊട്ട് ഈ പല്ലിയോടും പാറ്റയോടും പട്ടിയോടും ഒക്കെ ഉള്ള സമീപനങ്ങൾ, സ്ത്രീയോടുള്ള സമീപനങ്ങൾ, സ്ത്രീയുടെ എങ്ങനെയാണ് വിവാഹം ചെയ്യേണ്ടുന്നത്, എങ്ങനെയാണ് വിവാഹമോചനം നടത്തുന്നത് ആ സമൂഹത്തിലെ വ്യഭിചാരം എന്താണ് വസ്ത്രം, ആ വസ്ത്രം ഈ അടിമയ്ക്കും ഉടമയ്ക്കും ഒരേ വസ്ത്രമാണോ, ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം. ഈ തുപ്പിയാൽ കുടിക്കാമോ, മൂത്രം കുടിക്കാമോ, ഇത് ഡോക്ടർ കൃത്യമായിട്ട് ചിന്തിക്കണം. തുപ്പിയ വെള്ളം കുടിക്കാമോ, മൂത്രം കുടിക്കാമോ, ഒട്ടകത്തിന്റെ മൂത്രം കുടിക്കാമോ, ഇതൊക്കെ വലിയ കാര്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഡോക്ടർ വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ തെളിവ് ഞാൻ തരാം. തുപ്പി വെള്ളം കുടിച്ചിട്ടുണ്ട്, മൂത്രം കുടിച്ചിട്ടുണ്ട്, ഈ പറയുന്ന മഹോന്നതന്റെ മൂത്രം കുടിച്ചിട്ട് സ്വർഗത്ത് പോയിട്ടുണ്ട്. അങ്ങനെയുള്ള 100 കാര്യങ്ങൾ. ഞാനിപ്പോ രാമായണത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഡോക്ടർക്ക് തരാം. റമദാൻ മാസത്തിൽ 1 ഖണ്ഡശ എഴുതണം. ഹിന്ദുക്കളെ ബുദ്ധികത്ത് മാത്രം കയറിയാൽ പോരല്ലോ ഡോക്ടറെ. എല്ലായിടത്തും ഉണ്ട്, ക്രിസ്ത്യാനികളിലും ഉണ്ട്, മുസ്ലിങ്ങളിലുണ്ട്, ഹൈന്ദവരിലൊക്കെ ഉണ്ട്. ഇതേപോലെ പോരായ്മകളും കാര്യങ്ങളും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ എല്ലാ സമൂഹത്തിനും ഇല്ലേ. അപ്പൊ എല്ലാ സമൂഹത്തിനെ കുറിച്ച് എഴുതണ്ടേ. രാമായണ മാസത്തില് രാമനെ കുറിച്ച് മോശമായിട്ട് എഴുതുകയാണെങ്കിൽ, രാമായണത്തെ കുറിച്ച് മോശമാവുകയാണെങ്കിൽ തിരിച്ച് അതേപോലെ മറ്റ് മതങ്ങളുടെ വിശേഷപ്പെട്ട മാസങ്ങളിൽ ആ വിശേഷപ്പെട്ടതിനെയും ഒന്ന് വിശേഷിച്ചെഴുതണം എന്നുള്ളതാണ്. ഇന്ന് ഒന്ന് വന്നിട്ട് പോയിട്ട് മതിയാവാത്തതുകൊണ്ടാണ് പിന്നെയും വന്നത്. കാരണം ഈ ക്രൗഞ്ച പക്ഷികളെ അതിലൊന്നിനെ കൊന്നപ്പോ ആ കൊന്ന ആളെ ശപിച്ചതിൽ ഡോക്ടർക്കുണ്ടായ ആ വിഷമം, ദുഃഖം, അത് ഞാൻ രണ്ടാമത് വായിച്ചപ്പോ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഡോക്ടർ കൂടെ അതിൽ പങ്കുചേരണ്ടേ. കാട്ടാളന് തന്റെ വിശപ്പിന് വേണ്ടി ഒരു പക്ഷിയെ കൊന്നപ്പോ ബ്രാഹ്മണിക്കൽ ഹെജുമണി ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച ഡോക്ടറുടെ ചോദ്യത്തിന് ഫുൾ സപ്പോർട്ട്. തിരിച്ച് ചോദിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുദ്ധത്തിൽ അച്ഛനെ കൊന്ന്, സഹോദരങ്ങളെ കൊന്ന്, ഭർത്താവിനെ കൊന്ന് സ്വന്തമാക്കിയ അന്ന് തന്നെ അതിനെ ഉപയോഗിച്ച ആ മാനദണ്ഡത്തെയും ഡോക്ടർ ഒന്ന് എഴുതണേ നാളെ തന്നെ. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും നാളെ വൈകിട്ട് നമുക്ക് ആരാണ് ബ്രാഹ്മണൻ എന്ന് നമ്മുടെ അറിവ് വെച്ച് നമുക്കൊന്ന് സംസാരിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.